ഗായ്സ്, ഹായ്, സർവ്വ മീഡിയയ്ക്ക് അവർക്ക് സ്വാഗതം. പിന്നെ ഞങ്ങളേ പട്ടിക്കായലല്ലേ, പട്ടിക്കായൽ. പട്ടിക്കായൽ അത് കാണാൻ പോയതാ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി. അപ്പോഴാണ് ബാപ്പട്ട ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരുന്നത്. അത് കണ്ടൊക്കെ ഭയങ്കര ദയനീയമായ ഒരു കാഴ്ച കേട്ടോ. അതെ അതെ, നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ എന്തായാലും ചതിയിൽ വീണ് പോയില്ലേ. നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ബാബളിൻ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയാട്ടോ. ആ റെസ്ക്യൂ എന്താന്ന് നമുക്ക് കാണാം. ബാബട്ടാ, എന്താ പരിപാടി? നടന്നു വരുമ്പോ ഒരു കൊറ്റി വലയിൽ കുടുങ്ങി കിടക്കണത്, അതിന്റെ രക്ഷപ്പെടുത്താൻ. അയ്യോടാ, ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ പെട്ട് മീൻ പിടിക്കണ നല്ലത്? ഇത് കുരുത്തി, എന്താ പറയാ, ചെണ്ടക്കുരുത്തില് മീനിന്റെ പതില് കൊറ്റ കുടുങ്ങിയതില്ലേ? മീൻ പിടിക്കാൻ കയറിയതാവൂലേ? മീൻ പിടിക്കാൻ കയറിയതാവും. അതിനുള്ളിൽ കടന്നപ്പോ പുറത്തേക്ക് വരാൻ പറ്റണ്ടേ. ഒറ്റാലെന്ന് പറയില്ല ഇതിന്. പേടിക്കണ്ട, അത് നമ്മളൊന്നും ചെയ്യൂല. അടുത്തേക്ക് പിടിച്ചോളൂ. ആ പാവത്തിന് രക്ഷപ്പെടുത്തുന്നതാണ്. ഇതിനെ രക്ഷപ്പെടുത്തിയിട്ട് ആരെങ്കിലും നമ്മളെ തല്ലാൻ വരുമോ? ഇല്ലല്ലേ. എന്തൊരു കഷ്ടമായ ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ കാണണ്ടേ. നല്ല കൊത്തുട്ടാ. ഒരു കാര്യം ചെയ്യൂ. ഇല്ല, രക്ഷപ്പെടുത്തില്ലേ. അതിന് വഴി മനസ്സിലാവില്ലേ, പേടിച്ചിട്ടേ. നമ്മളതിനെ കൊല്ലാൻ വരുമെന്ന് പേടിച്ചിട്ടാണ് മേലോട്ട് കയറി കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യും, തല കീഴായിട്ട് വെച്ചോക്കിയാൽ മേലോട്ട് വന്നോളൂ. നേരെ തല കീഴായിട്ട് വെച്ചാൽ നേരെ ആയിവോ. പ്രിയപ്പെട്ട കൊറ്റി, രക്ഷപ്പെട്ടോളൂ. ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ബാബുളിയൻ. അതിസാഹസികമായിട്ട് 2 പേർക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല വരമ്പിന്റെ മേലെ. ബാബട്ടൻ രക്ഷപ്പെടുത്താൻ പറത്തുനിന്ന് കാണിക്കൂ. അതിന് പരിക്കൊന്നുമില്ലല്ലോ. കൊറ്റിയോട് എന്തെങ്കിലും പറയണ്ട ബാബട്ട? ഇതിന് പറയണ്ട. കൊറ്റിയോട് കണ്ണിലേക്ക് കുത്തിട്ടോ, നോക്കണേ. കൊത്തുണ്ട്. കണ്ണിലേക്ക് വരിക, നേരെ കണ്ണിലേക്ക് വരിക. കൊത്തുന്നതല്ല, കൊറ്റിയോട് എന്തെങ്കിലും പറയണ്ട ബാബട്ട? അന്നെ ഉപദ്രവിക്കാനല്ല, അന്നെ രക്ഷപ്പെടുത്തി എന്താ എന്തിനെ കൊത്തണത്? പോയിട്ട് കൂട്ടി പോയിട്ടേ മുളഞ്ഞോ കേട്ടാ. ഇനി അത് കിണരിയൊന്നും ചാറണ്ട. ഇനി രക്ഷിക്കാളുണ്ടെന്ന് വരില്ല. പോയിക്കോ. ഞങ്ങൾ ഏത് നേരം ഇവിടെ ഉണ്ടാവില്ല കേട്ടാ. രക്ഷപ്പെടേണ്ടെന്ന് വരും. വെള്ളം കുടിച്ചിട്ടേ കുട്ടികളുടെ അടുത്തേക്ക് പോയിക്കോ. അമ്മേനെ കണ്ടിട്ട് പോയി കിടന്നു കേട്ടാ. ശരി, അമ്മേനെ പറത്തിക്കോളൂ. പറത്തട്ടെ. നിവർന്നിന്നോളൂ. നിവർന്നിട്ട് എന്തായാലും ആളുകൾ കണ്ടോട്ടെ. ആളുകൾ കാണാൻ വെയിറ്റ് ചെയ്യണം. ഇതിന്റെ കടിച്ചിറക്കണൊക്കെ എത്രയും പെട്ടെന്ന് വിടാനല്ലേ. കാരണം എന്താണെന്നറിയോ, ഇത് വനം വന്യജീവി വകുപ്പിൻ്റെ പ്രശ്നങ്ങളാണ്. പോണു കേട്ടോ. ടാറ്റാ, ബൈ ബൈ. ബാബളിയും പറഞ്ഞ് കേട്ടിട്ടോ. നേരെ അവരുടെ കൂട്ടിലേക്ക് തന്നെ പോകണ്ടാവുക. ഈ കൊറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടിനെ പറയും അല്ലേ, കൊറ്റില്ലം. ഓക്കെ, അങ്ങ് ദൂരെ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു പോയിട്ടോ. വാവ്, നല്ലൊരു സന്തോഷമുള്ള സംഭവമായി. അടിപൊളി. താങ്ക് യു ബാബട്ട. അടിപൊളി. നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കേട്ടോ. ഒരു സംശയമില്ല. അങ്ങനെ എത്ര പക്ഷികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് പാടത്തല്ലേ. അപ്പൊ എല്ലാരും ഇതാണ് എനിക്ക് പണി ചോദിക്കും. അതേന്ന് പറയണം. ഈ പണിയുണ്ട്, ജീവിക്കാൻ വേണ്ടിയുള്ള പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ജീവൻ രക്ഷിച്ചതാണ്. ആരെല്ലാം ഞാൻ രക്ഷിക്കും. ഞാൻ പക്ഷി എന്നിട്ടായാലും ഞാൻ രക്ഷിച്ചു കൊടുക്കും. അതാണ് ബാബട്ടെ. ഓക്കെ, അത് നമ്മുടെ സടകുടം മീഡിയയിൽ ബാബുളിനെ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം കേട്ടോ. അതെ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. എന്നാ പോവാം, ഇരുട്ടായി. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മുടെ ബാബട്ടൻ അതിസാഹസികമായിട്ട് കൊറ്റിയെ രക്ഷപ്പെടുത്തി. ഒരു കടിയല്ല, കൊത്ത്, ചെറിയൊരു കൊത്ത്. കുഴപ്പമില്ല അല്ലേ, പരിക്കൊന്നും പറ്റിയിട്ടില്ല. വളരെ നല്ല അതിസുന്ദരമായ പാടട്ട പട്ടിക്കായൽ. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ. പട്ടിക്കായൽ എന്തെന്നാ പറയാ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ. ഇങ്ങോട്ട് ഇറങ്ങി പോരെ. കാണാനോ ചെങ്ങായിമാർ ഇത് കൊണ്ട് ഇറങ്ങിക്കോ. ഹായ്. സിമ്പിൾ.